പോലീസുകാരനായ മിഥുൻ റോയി ഇടിവള കൊണ്ട് മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ SFI പ്രവർത്തകർ മിഥുൻ റോയിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ആ സമയത്താണ് മിഥുൻ റോയ് SFI പ്രവർത്തകർക്കെതിരെ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം SFI പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പക്ഷേ തങ്ങളെ ഇടിവള കൊണ്ട് മർദ്ദിക്കാൻ മിഥുൻ റോയ് ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് SFI പ്രവർത്തകർ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി മിഥുൻ റോയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പോലീസ് അസോസിയേഷനിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായ പശ്ചാത്തലത്തിൽ മിഥുൻ റോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് എന്തിനാണെന്ന് പരിശോധിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് പറഞ്ഞത്. ഒപ്പം തന്നെ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ മാറ്റാനും സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് മിഥുൻ റോയ്ക്കെതിരെ ചുമത്തേണ്ടത് എന്നുള്ള ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ SFI പ്രവർത്തകർ മിഥുൻ റോയിയെ മർദ്ദിക്കുന്നു. തിരിച്ച് മർദ്ദിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി മിഥുൻ റോയ് ഇടിവള ഉപയോഗിച്ചുകൊണ്ട് SFI പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മർദ്ദന ശ്രമം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ പരാതി നൽകിയത് എന്നതിൽ യാതൊരുവിധ സംശയവും നിലനിൽക്കുന്നില്ല. ഒപ്പം തന്നെ സോന പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ജനുവരി 31 അല്ലെങ്കിൽ ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായി ഈ നിശാഗന്ധിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി പേര്, 2ഓളം ആളുകളെ CPO മർദ്ദിക്കുകയുണ്ടായി. അവരും അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ശേഷം ശംഖുമുഖത്ത് വെച്ച് നടന്ന പരിപാടിയിലും SFI പ്രവർത്തകരെയും ഒപ്പം വിദ്യാർത്ഥികളെയും മിഥുൻ റോയ് അടങ്ങുന്ന പോലീസ് സംഘം മർദ്ദിച്ചു എന്നുള്ള പരാതിയൊക്കെ ഉയർന്നിരുന്നു. അതുകൂടാതെ തന്നെ പ്രാദേശികമായി മിഥുൻ റോയ് താമസിക്കുന്ന ഭാഗത്ത് നെട്ടയത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെയും ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും ഇദ്ദേഹം സ്ഥിരം അധ്യാപകനാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നെട്ടയം ഭാഗത്ത് ഫ്ലക്സ് അടക്കം, ഇദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചുള്ള ഫ്ലക്സ് അടക്കം വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മിഥുൻ റോയ് SFI പ്രവർത്തകരെ ഇടിവള ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്.